ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെളുത്തുള്ളി കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. വേറെ ഒരു കറിയുടെ ആവശ്യമില്ല കേട്ടോ, ഈ ഒരു കൂട്ട് മാത്രം മതി. അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു തനി നാടൻ റെസിപ്പിയാണ് കേട്ടോ. മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കുന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള. പണ്ട് കാലത്ത് എന്താ വെച്ചാൽ കറികളൊന്നും ഒരുപാട് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു ചെറിയ കൂട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മതി കേട്ടോ ചോറുണ്ണാൻ, വേറെ കറികളുടെ ആവശ്യമില്ല. ഇപ്പം നമ്മൾ 4-5 കൂട്ടം കറികൾ ഉണ്ടാക്കിയാണ് ചോറുണ്ണുന്നത് അല്ലേ. പക്ഷേ ഈ ഒരു വെളുത്തുള്ളി കൂട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മാത്രം മതി ചോറുണ്ണാൻ. ഇപ്പോഴത്തെ നമ്മുടെ തണുപ്പ് ക്ലൈമറ്റൊക്കെ ആണല്ലോ, ആ ഒരു സമയത്ത് നല്ല ചൂട് ചോറും ഈ ഒരു കൂട്ടുമായിട്ട് കഴിച്ച് നോക്കട്ടോ, സൂപ്പറാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, നമുക്ക് ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പാൻ വെച്ചിട്ട് ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതിനകത്തേക്ക് ഒരു 4-5 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. അത്യാവശ്യം എരിവുണ്ട് കേട്ടോ. എരിവ് കുറച്ച് വേണം എന്നുള്ളവർക്ക് വറ്റൽമുളകിൻ്റെ അളവ് കുറയ്ക്കാം. ഇത് നല്ല എരിവുണ്ട്, അത്യാവശ്യം നല്ല എരിവുണ്ട്. എനിക്ക് കുറച്ച് എരിവ് കൂടുതൽ ഇഷ്ടമാണ്, ആ ഒരു അളവാണിത്. അപ്പോൾ അളവ് കുറവ് വേണ്ടുന്നവർക്ക് വറ്റൽമുളകിൻ്റെ അളവ് കുറയ്ക്കണം. ആ എണ്ണയിൽ ഒരു 1-2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റാം. ഫ്ലെയിം ഞാൻ നല്ല കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തത്. അതൊന്ന് മാറ്റിയതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. നല്ല ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 15 എണ്ണമൊക്കെ ചേർക്കാം കേട്ടോ. ഇത് അത്യാവശ്യം വലുതാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ചേർക്കുന്നില്ല. ഒരു 9-10 എണ്ണം അങ്ങനെ ചേർക്കുകയാണ്. വലുതാണെങ്കിൽ ചെറുതാണെങ്കിൽ ഒരു 15 എണ്ണത്തോളം ചേർക്കാം. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 10-12 ചെറിയ ഉള്ളി കേട്ടോ. നല്ല വലിയ ഉള്ളിയൊക്കെ ആണെങ്കിൽ ഒരു 7-8 എണ്ണം മതിയാവും. ചെറുതാണെങ്കിൽ ഒരു 10-12 എണ്ണം ചേർത്തോളൂ. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം നല്ല പോലെ ഒന്ന് സോഫ്റ്റായി വരുന്ന ഒരു പരുവം കേട്ടോ. കുറച്ച് സമയം എടുത്ത് ചെയ്യാം. ഇതൊന്നായി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 2 കതിർപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാടങ്ങ് അളവ് കൂടണ്ട, എന്നാൽ അത്യാവശ്യം ചേർക്കുക വേണം. നല്ല മണമുള്ള കറിവേപ്പില ഉണ്ടല്ലോ, അതൊക്കെ ആകുമ്പോൾ കൂടുതൽ നല്ലതാണ്. ഈ ചെറിയ ചെറിയ ഇലയുള്ള കറിവേപ്പിലയ്ക്ക് നല്ല മണമാണ് കേട്ടോ. അങ്ങനെയുള്ള കറിവേപ്പിലയൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കുറച്ചുകൂടി ആ ഒരു ഫ്ലേവറൊക്കെ മുന്നിട്ട് നിൽക്കും. അതുകൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവട്ടെ. കളറൊന്ന് ചേഞ്ചായി വരുന്ന പരുവം കേട്ടോ. എന്ന് കരുതി അങ്ങ് വഴണ്ട് പോരുത്, എന്നാൽ കളറൊന്ന് മാറി വരുമ്പം വേണം ആ ഒരു പരുവം. അപ്പോൾ ഇത് അത്യാവശ്യം കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. വെളുത്തുള്ളിയും ഉള്ളിയും ഒന്നും കട്ട് ചെയ്തിട്ട് കൊടുക്കണ്ട കേട്ടോ. ഇങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. നന്നായിട്ടൊന്ന് കളർ ചേഞ്ച് ആകുമ്പോൾ, അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ആ ചൂടിൽ തന്നെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഒരുപാട് നേരം ഈ ഒരു പാത്രത്തിൽ തന്നെ വെച്ചേക്കേണ്ട, ഒരുപാടങ്ങ് മൂത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു ഇത്തിരി നേരം ആ ചൂടിൽ തന്നെ. ഇനി ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. തണുത്തതിന് ശേഷം അരച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മുടെ കറിവേപ്പിലയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ മാറ്റി വെച്ചിരുന്ന വറ്റൽമുളക് ഉണ്ടല്ലോ, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ എരിവ് വേണ്ടാത്തവർക്ക് ഒരു 3-4 എണ്ണം, അല്ലെങ്കിൽ തീരെ എരിവ് വേണ്ടാത്തവർക്ക് 2 എണ്ണമോ 1 എണ്ണമോ ഒക്കെ ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്, ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കുന്നത് ഒരു പൊട്ട് പുളി. പുളിയുടെ അളവ് ഒരുപാട് കൂടരുത്, കൂടിക്കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. പുളി വേണം താനും, എന്ന അളവ് കൂടാനും പാടില്ല. ആ രീതിയിൽ ഒരു പൊട്ട് പുളി ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ചമ്മന്തിക്കൊക്കെ അരയ്ക്കുമ്പോൾ ഒരു ഇത്തിരി ചേർത്ത് കൊടുക്കില്ലേ, അതുപോലെ മതിയാവും കേട്ടോ. ഇനി അതുകൂടി ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ആദ്യം ഒന്ന് അടിച്ചെടുക്കുക, ജസ്റ്റ് ഒന്ന് പൾസ് മോഡിലൊക്കെ ഒന്ന് കറക്കി എടുത്താലും മതി. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്, എന്നാൽ അരയും വേണം, ആ ഒരു പരുവം കേട്ടോ. ഒത്തിരി അങ്ങ് അരഞ്ഞ് പേസ്റ്റ് പോലെ ആയിക്കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് അത്യാവശ്യം ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. ചതച്ചെടുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ അരയണം, എന്നാൽ പേസ്റ്റ് പോലെ ആവാനും പാടില്ല. അതാ ഒന്നുകൂടി ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് മതി. ഈ ഒരു രീതിയിൽ എടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ചോറുണ്ണാൻ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. ഇത് ഇത്ര തന്നെ വേണ്ട കേട്ടോ, 1 സ്പൂൺ മതിയാവും നമുക്ക് ചോറുണ്ണാൻ. അത്രയും ടേസ്റ്റിയാണ്. അത്യാവശ്യം നല്ല എരിവോടൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നല്ല ചുടിയോട് കൂടിയുള്ളൊരു കറിയാണ് കേട്ടോ. കറി എന്ന് പറയാൻ പറ്റില്ല, വെളുത്തുള്ളി ചമ്മന്തി എന്നാക്കാം കേട്ടോ. നമുക്ക് തേങ്ങ ചേർക്കാത്ത ചമ്മന്തി ആക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞ പോലെ ആ ഒരു മുളകിൻ്റെ അളവ് മാത്രം ഒന്ന് നിങ്ങൾ ബാലൻസ് ചെയ്തുകൊണ്ടാൽ മതി.
വെളുത്തുള്ളി കൊണ്ടുകൂടെ ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ട് നോക്കുക, ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ വെളുത്തുള്ളി കൊണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. സിമ്പിളാണ്. അപ്പോൾ ഞാൻ ഇത്തിരി ചോറെടുത്തിട്ട് കാണിച്ചു തരാം. നല്ല ചൂട് ചോറെടുത്തിട്ട് ഈ ഒരു ചമ്മന്തിയായിട്ട് കഴിക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നല്ല എരിവും പുളിയും എല്ലാം കൂടി ചേർന്നൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്യാം. നമ്മൾ ഈ മുളകും പുളിയൊക്കെ ഉണ്ടാക്കില്ലേ ചതച്ചിട്ട്, അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ കപ്പയുടെ കൂടെയൊക്കെ മുളകും പുളി ഉണ്ടാക്കില്ലേ, അതുപോലെ ആ ഒരു ടേസ്റ്റല്ല, വേറൊരു ടേസ്റ്റാണ്. പക്ഷേ ആ ഒരു എരിവും പുളിയും എല്ലാം കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണല്ലോ. ആ ഒരു ടേസ്റ്റാണ്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് അല്ലേ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. മസ്റ്റായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്കും ട്രൈ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരിക. അതുപോലെ തന്നെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇഷ്ടമുള്ള റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ്. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തില്ല. നോട്ടിഫിക്കേഷൻ വരാനായിട്ടാണ് അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്തതിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാൻ പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണുക കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ വരത്തുള്ളൂ. അതുകൊണ്ടാണ് തുടർച്ചയായിട്ട് വീഡിയോസ് കാണുക. 1-2 വീഡിയോസായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കാണാതിരുന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരില്ല, വീഡിയോ പെട്ടെന്ന് തന്നെ കാണാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വെജിറ്റേറിയൻ റെസിപ്പീസാണ് കേട്ടോ നമ്മൾ കൂടുതലായിട്ടും ട്രൈ ചെയ്യുന്നത്. നോൺ വെജിറ്റേറിയൻ നമ്മൾ അധികം ചെയ്യാറില്ല. നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോൺ വെജ് കൂടി ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഏതെങ്കിലും റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് നെക്സ്റ്റ് റെസിപ്പിയായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. എന്തെങ്കിലും വെറൈറ്റീസൊക്കെ കൊണ്ടുവരണം എന്ന് ഇഷ്ടമുള്ളവർക്ക്, ആഗ്രഹിക്കുന്നവർക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. നമുക്ക് വ്യത്യസ്തമായിട്ട് ട്രൈ ചെയ്യാം. എന്തെങ്കിലും കോമ്പിനേഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി കേട്ടോ. വ്യത്യസ്തമായ കോമ്പിനേഷനൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്ന ഒരു മെത്തേഡൊക്കെ ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ. അതുപോലെ തന്നെ ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു ഹൈപ്പ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്ക് ലൈക്ക്, ഷെയർ, ഡൗൺലോഡ് എന്ന് പറയുന്ന ആ ഒരു റോയിൽ തന്നെ ഒരു ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഒന്ന് ഹൈപ്പ് ചെയ്തിരിക്കുക കേട്ടോ. അതിലൊന്ന് ഹൈപ്പ് ചെയ്തിട്ട് ഓക്കെ പ്രസ് ചെയ്താൽ മതി. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വ്യത്യസ്തമായ പുതിയ റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.